കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതാണ്. ഇന്ന് പകലിലും പറയാൻ നമുക്കിടയാവണം. നമ്മുടെ താഴ്ചയിൽ ഓർത്ത വരികളുടെ കയ്യിൽ നിന്ന് വിടുവിച്ച സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തിന് നന്ദി പറയാൻ, ദൈവം ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതാണ്. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ എന്ന പോലെ ആഴിയിലൂടെ നടത്തിയ ദൈവത്തിൻ്റെ ദയ, ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം. സ്തോത്രം. ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ധൈര്യത്തോടെ പറ, അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതാണ്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഈ പകൽ ഒരിക്കലും മാറിപ്പോകാത്തൊരു നിയമമുണ്ട്, ദൈവത്തിൻ്റെ നിയമം. അതിനെ അസ്ഥിരപ്പെടുത്താനോ നടപ്പിലാക്കാതിരിക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല. ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്തു, അനേക വിശുദ്ധന്മാരോട് ദൈവം നിയമം ചെയ്തു, തൻ്റെ ജനത്തോട് ദൈവം നിയമം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ആ ശ്രേഷ്ഠഭുജത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ദൈവത്തിൻ്റെ നിയമം ഇന്ന് പകലിലും എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവഹിതം സംബന്ധിച്ച പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ നമുക്ക് അവിടുത്തെ മുമ്പാകെ സമർപ്പിക്കാം. ദൈവമേ, അങ്ങയുടെ ഹിതം ഞങ്ങളെപ്പറ്റി വ്യക്തിപരമായി എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറകൾ, എൻ്റെ മിനിസ്ട്രിയിലൊക്കെ വെളിപ്പെടുത്തണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവഹിതം സംബന്ധിച്ചൊക്കെ ഒരു നിശ്ചയം നമ്മുടെ അകത്ത് ഉണ്ടാവണം. എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഏടുകൾ അങ്ങയുടെ ഹിതപ്രകാരം മാത്രം മുമ്പോട്ട് പോകണം. അതിന് അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കണമെന്ന് ഈ പകലിലും പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ദൈവഹിതം ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെടും. കണ്ടാലും ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. കൂടെ ഇരുന്ന് നടത്തുന്നവൻ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നവൻ, ശുഭകരമായ പാന്താവിലൂടെ നടത്തി എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും എന്ന് പറഞ്ഞ പൗലോസിനെ ശക്തമായി ഉപയോഗിച്ചതുപോലെ ആ ശക്തി ഏറ്റെടുത്ത പൗലോസ് പിന്നീട് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. സകലത്തെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവശക്തി അവിടുത്തെ ദാസൻ്റെ മേൽ ദൈവം പകർന്നു. തിരിഞ്ഞോക്കേണ്ടി വന്നില്ല. അനേക പ്രതിസന്ധികൾ വന്നപ്പോഴും അതിനെയൊക്കെ ചവിട്ടി മെതിച്ച് മുൻപോട്ട് പോകാനുള്ള ഉയരത്തിലെ ശക്തി, ആത്യന്ത ശക്തി, അമിത ബലം, അളവറ്റ വലുപ്പം അവിടുത്തെ ദാസൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നത് ഈ ഒരു ബലം നമ്മുടെ അകത്തുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് വരാതിരിക്കുമ്പോഴാണ് ധൈര്യം ചോർന്നു പോകുന്നത്. എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ട്, എന്നെ ശക്തീകരിക്കുന്നവൻ കൂടെ ഉണ്ട്. സകലത്തെ ജയിക്കുന്ന ആത്മിക അധികാരം എൻ്റെ അകത്ത് കർത്താവ് പകർന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോഴാണ് സകലത്തെയും ജയിക്കാൻ നമ്മളെ ദൈവം ഇടയാക്കുന്നത്. പഠിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ നാം ധൈര്യം ചോർന്നു പോയി നിരാശയകത്ത് വന്ന് ഭയം വ്യാപരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ പരാജയത്തെ ഫേസ് ടു ഫേസ് കാണും. എന്നാൽ ഏത് പരാജയം മുമ്പിൽ വരുമ്പോഴും ഇതിനെ ഞാൻ ചാടിക്കടക്കും, ഇതിനെ ഞാൻ കീഴ്പ്പെടുത്തും എന്നുള്ള ഗാഠമായൊരു വിശ്വാസം
നമ്മളെ ഭരിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം. യോസഫ് ഉറക്കം ഉണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. ഉറക്കം ഉണർന്നു, കൽപ്പിച്ചതുപോലെ ചെയ്തു, ചേർത്തുകൊണ്ടു. സംഭവ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. യോസഫ് മറിയ വിവാഹ നിശ്ചയം കഴിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവർ കൂടി വരുന്നതിന് മുമ്പ്, ദൈവത്തിൻ്റെ ദൂതൻ്റെ അരുളപ്പാട് മറിയോട്, നീ ഒരു കുഞ്ഞിനെ അണയ്ക്കാൻ. ആ വാക്കുകൾ മറിയെ വല്ലാതെ ഭ്രമിപ്പിച്ചു. കാരണം താൻ കുലുങ്ങിപ്പോയി. ഇതെങ്ങനെ സംഭവിക്കും? ചോദ്യം വന്നു. അതിന് ഉത്തരവും കറക്റ്റ് കൊടുത്തു. അത്യുന്നതൻ്റെ ശക്തി, ആ പവർ നിന്റെ മേൽ വെളിപ്പെട്ടു വരും. അകത്തൊരു വിശുദ്ധ പ്രജ ഉണ്ടാകും. അവൻ്റെ പേരുടെ വെളിപ്പെടുത്തി. ഇതറിഞ്ഞ യോസഫ് മറിയ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞ് അവളെ ആരും അറിയാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ലോക അപവാദം വരാതിരിക്കേണ്ടെന്ന് അദ്ദേഹം എടുത്ത സ്റ്റെപ്പ് മാനുഷ്യമായി ശരിയായിരുന്നു, അല്ലേ? എന്നാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, മറിയയുടെ വീട്ടുകാരോ ചാർച്ചക്കാരോ ആര് ചെന്ന് പറഞ്ഞാലും യോസഫിന് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ മറിയോട് സംസാരിച്ച ദൂതൻ യോസഫിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. യോസഫ് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ഇടപെടുകയാണ്. അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പ്രസക്തി. കാരണം യോസഫ് തീരുമാനിച്ച തീരുമാനം രഹസ്യമായി മറിയെ ഉപേക്ഷിക്കാനായിരുന്നു. അപ്പോൾ ആ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട്, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കണ്ട. ചേർത്തുകൊണ്ടു എന്ന പദം നമ്മൾ ചിന്തിച്ചല്ലോ. ചേർത്തുകൊള്ളാൻ ശങ്കിക്കണ്ട. അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും എന്നുള്ള അരുളപ്പാട് സ്വപ്നത്തിൽ ഇടപെട്ടു. ഇനി നമ്മുടെ കുറിവാക്യം ശ്രദ്ധിക്കും. യോസഫ് ഉറക്കം ഉണർന്നു. യോസഫ് ഉറക്കം ഉണർന്നു. ആ സ്വപ്നം കണ്ടതിന് ശേഷം ഉറക്കം ഉണരുകയാണ്. യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ കാണിച്ച സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുകയാണ്. അതിനെ കാണാൻ പോകുകയാണ്. ആ അരുളപ്പാട് അക്ഷരാർത്ഥത്തിൽ കണ്ടു മനസ്സിലാക്കാൻ പോകുകയാണ്. ഈ പകൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി വചനത്തിലൂടെ വിളിച്ചു പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളെ കാണിച്ച ദർശനങ്ങൾ, സ്വപ്നങ്ങൾ അക്ഷരാർത്ഥത്തിൽ കണ്ട ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ശബ്ദവും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് നിങ്ങളെ വിശ്വാസത്തിൽ ശക്തിയോടെ ഉറപ്പിച്ച കാണിച്ച ദൈവം പ്രവൃത്തി പദത്തിലും എത്തിച്ചു എന്ന് പറഞ്ഞ തിരുമഹത്വം അനേകയിടത്ത് ഘോഷിക്കാൻ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കേണ്ടതുണ്ട്. കണ്ടോ, ദാവീദിന്റെ മകനായ യോസഫേ എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്തിട്ട് പ്രഭാതത്തിൽ യോസഫ് ഉണർന്നു കഴിഞ്ഞപ്പോൾ, ഉറക്കം ഉണർന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചത് ചെയ്തു. ഉറക്കം ഉണരുമ്പോൾ വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ, നിന്നെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിൻ്റെ സ്റ്റെപ്പുകൾ നീ എടുക്കണം. അത് സ്വപ്നമാണ്, ദർശനമാണ്, അത് യാഥാർത്ഥ്യമാണോ എന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒത്തിരി മേഖലകൾ കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടില്ലേ? പക്ഷേ ഇന്ന് പകലും ദൈവാത്മാവ് പറയുന്നു, അങ്ങനെയുള്ള ദർശനങ്ങൾ, സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ ദൂതൻ പറഞ്ഞത് ഏറ്റെടുക്കുകയാണ്.
ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്യാൻ. പ്രിയ സഹോദരങ്ങളെ, ചില വിഷയങ്ങൾ, നിങ്ങളുടെ തലമുറയുടെ വിഷയം, നിങ്ങളുടെ വിഷയം, ഇനിയും എടുക്കേണ്ട ചില വ്യക്തമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് എന്ന് കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് നൽകുന്ന വിഷൻ ഏറ്റെടുത്തുകൊണ്ട്, ദൈവിക ദർശനം ഏറ്റെടുത്തുകൊണ്ട്, ദൈവശബ്ദം ഏറ്റെടുത്തുകൊണ്ട്, ദൈവം കൽപ്പിച്ചത്, അരുളി ചെയ്തത് നിങ്ങൾ മൂവ് ചെയ്ത് ആ പദത്തിലേക്ക് എത്താൻ ദൈവാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. യോസഫ് അത് ചെയ്തു. അടുത്തത് ഭാര്യയെ ചേർത്തുകൊണ്ടു. അകന്നു പോകാൻ സാധ്യതയുള്ള, ചിതറിപ്പോകേണ്ട സബ്ജക്റ്റുകളെ ചേർത്ത് നിർത്താൻ, കൈവിട്ടു പോകേണ്ട വിഷയത്തെ ഒരുമിച്ച് നിർത്താൻ ഈ പകൽ ദൈവാത്മാവിൻ്റെ ശബ്ദം ചിലരെ കേൾപ്പിക്കുകയാണ്. ഇത് എന്നിൽ നിന്ന് അകന്നു പോകും, ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല, ലോകത്തിൻ്റെ മുമ്പിൽ ഇത് ചോദ്യചിഹ്നമാകുമോ എന്ന് പോലും ചിന്തിച്ച ചില വിഷയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ ഒരുമിച്ച് നിർത്തി, ചേർത്തു പിടിച്ചോ. ദൈവമഹത്വം കണ്ടോ? ഈ കുടുംബം ദേശത്ത് ഒരടയാളമായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ചില സബ്ജക്റ്റുകളെ ചേർത്ത് പിടിച്ച് ചിതറിപ്പോകുന്ന, തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന, വിഭജിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളെ ഒരുമിച്ച് നിർത്താൻ ഈ പകൽ ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വരുന്നു, തലമുറകളിൽ വരുന്നു, യേശുവിൻ്റെ നാമത്തിൽ മിനിസ്ട്രിയിൽ വരുന്നു. വിഭജിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തെ ഒരുമിച്ച് നിർത്താൻ ദൈവത്തിൻ്റെ ചില അരുളപ്പാടുകൾ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൽപ്പിച്ചത് ചെയ്യൂ. മറിയ അത് എന്നാ പറഞ്ഞത്? യേശുവിൻ്റെ അമ്മ മറിയ. മറ്റൊരിടത്ത് നമുക്കറിയാം, കനാവിലെ കല്യാണ വീട്ടിൽ അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യേ. കൽപ്പിച്ചത് ചെയ്തപ്പോൾ വക്കോളം നിറഞ്ഞ പാത്രം, അതും കൽപാത്രങ്ങൾ അകത്തേക്ക് കയറാൻ തുടങ്ങി. വെളിയിലിരുന്നത് അകത്ത് കയറി. ഏറ്റവും ശ്രേഷ്ഠകരമായത് അതിൽ നിന്ന് പുറത്തു വരികയാണ്. കൽപ്പിച്ചത് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ യോസഫേ, നീ അറിയപ്പെടും, നീ അറിയപ്പെടും. ദേശത്ത് നീ ഒരടയാളമാകും. മറിയേ, ഞാൻ ദൈവത്തിൻ്റെ ദാസി, അങ്ങയുടെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ നിനക്ക് വന്ന ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ആ ദേശത്ത് വിവരിക്കാൻ കഴിയാത്തതുപോലെ മറിയ പറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധമെന്ന് വിളിച്ചു പറയത്തക്ക രീതിയിൽ. ഇത് പകൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി സന്ദേശം അറിയിക്കുന്നു. ദൈവം കാണിക്കുന്ന വിഷനുകൾ ഇന്ന് പകൽ പ്രവൃത്തിഭാവത്തിലെത്തിക്കാൻ, മൂവ് ചെയ്യാൻ, അത് ഏറ്റെടുത്ത് ചേർത്ത് പിടിക്കാൻ, വിഭജിക്കപ്പെടുന്ന, അറ്റുപോകുന്ന ചില ബന്ധങ്ങളെ ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ദൈവ ശബ്ദം, കൂട്ടിച്ചേർക്കുന്ന ശബ്ദം, അസ്ഥികളെ ജീവിപ്പിച്ച് ഒരു സൈന്യമാക്കി ഒരുമിച്ച് നിർത്തുന്ന ദൈവ ശബ്ദം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം, അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം, ദൈവപ്രവർത്തിക്കായി സ്തോത്രം. അങ്ങിന്ന് പകലും ഞങ്ങളുടെ മധ്യയെ ഇടപെട്ടിരിക്കാൻ സ്തോത്രം. ഉറക്കമുണർന്ന കാണിച്ച വിഷനിലേക്ക് വിശ്വാസത്തോടും ധൈര്യത്തോടും സ്റ്റെപ്പ് എടുത്തു വെച്ചതുപോലെ അത് തൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്ന വിഷനുകൾ അങ്ങയുടെ ശബ്ദം ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ ഇന്ന് പകൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, കൺഫ്യൂഷനുകൾ മാറട്ടെ. ആറച്ചു നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവാത്മാ ചില ക്ലിയറൻസുകൾ ഇന്നും അവിടുത്തെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. സകല മഹത്വം അങ്ങയുടെ പദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ വിശ്വസിക്കൂ, ദൈവമഹത്വത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുക്കൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.